കേരളത്തിലെ ഒരു മൂന്നാം മുന്നണിയുടെ ജനനത്തിന് സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരണത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മതേതര സ്വഭാവം രണ്ട് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ശരി, കേരളത്തിലെ ഈ രണ്ട് ഭരണക്കാരെയും ഈ രണ്ട് പക്ഷക്കാരോടും എതിർപ്പുള്ള രണ്ട് പക്ഷക്കാരുടെയും പ്രവർത്തനത്തിലെ പല വീഴ്ചകളും ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കി നല്ലൊരു വിഭാഗം ജനങ്ങൾ മാറി നിൽക്കുന്നു. വേറെ ഓപ്ഷൻ ഇല്ല. അതേസമയത്ത് കേരളത്തിന്റെ മനസ്സിൽ അടുത്ത കാലത്തെങ്ങും BJPക്ക് ഒന്ന് ചേക്കേറാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം പൊതുവെ നോക്കുമ്പം ഇടതുപക്ഷവും വലതുപക്ഷം രണ്ട് പക്ഷങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളത്. മൂന്നാം പക്ഷത്തിന് കുറെ നാളുകളായി നല്ല സ്കോപ്പ് കേരളത്തിലുണ്ടെങ്കിലും പല പല ചെറിയ പാർട്ടികളായി അങ്ങനെയുള്ള പക്ഷക്കാർ വേർതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു കേരളത്തിലെ. നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷത്തോട് നമുക്കറിയാം CPI-M അവരാണ് ഏറ്റവും പ്രബലമായ കക്ഷിയിൽ. CPI ഉണ്ട്, കേരള കോൺഗ്രസ് ഇപ്പം മാണി ഗ്രൂപ്പിന്റെ ഒരു ഭാഗമുണ്ട്, പിന്നെ NCP ഉണ്ട്, സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി, അങ്ങനെ കുറെ ഇടതുപക്ഷക്കാർ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലതുപക്ഷത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ശക്തമായിട്ടുണ്ട്, കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്, RSP ഒരു വിഭാഗമുണ്ട്, അതുപോലെ CP ജോണിന്റെ ഒരു വിഭാഗമുണ്ട്, പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് പക്ഷം. ഇങ്ങനെ കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിലെ 21ഓളം സീറ്റുകൾ തരപ്പെടുത്തി. അതിന്റെ ജന്മമൊക്കെ നമുക്കറിയാം. അതിനകത്ത് ക്രിസ്ത്യൻ സമുദായക്കാരും LSS സമുദായക്കാരും ഹരിജനങ്ങളും ധാരാളം പേരുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു. അതിനെ പല 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 കഷങ്ങളാക്കി കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കൊണ്ടുപോയി. കേരളത്തിലെ മതേതര സ്വഭാവമുള്ള ജാതിമത ഭേദമന്യേ ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള വിഭാഗം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വോട്ട് കൊടുക്കാൻ വിമുഖരാണ്. അതേസമയം ഒരു മൂന്നാം മുന്നണി കേരളത്തിലില്ല. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് കേരളത്തിലുണ്ട്. അതിലേക്ക് ഒരു നീക്കം നടത്താൻ, ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ ഇന്നുള്ള ചെറിയ ചെറിയ പാർട്ടികളുടെ നേതാക്കന്മാരെ കരുതി പല കാര്യത്തിലും കേരള ജനങ്ങൾ അംഗീകരിക്കില്ല. അതേസമയത്ത് ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പൗര സംരംഭത്തിന് മതേതര സ്വഭാവം ഈശ്വരവിശ്വാസികള് മുസ്ലിം സമുദായത്തിലും ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും ഒക്കെയുള്ള ഈശ്വരവിശ്വാസികളും അതേസമയത്ത് പരസ്പരം സ്നേഹത്തോടെ കഴിയാനും മതേതര സ്വഭാവത്തോടെ ജീവിക്കാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ കേരളത്തിൽ ധാരാളമുണ്ട്. ആധുനികമായ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള ഈ സംരംഭങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യനായി തന്നെ കാണുകയും ജാതിമത ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടെങ്കിലും അത് പുറത്തേക്ക് കാണിക്കാതെ എല്ലാവരെയും സഹവർത്തിത്വത്തോടെ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് കേരളീയർക്കുണ്ട്. നമ്മളിപ്പം കണ്ടല്ലോ, അർജുന്റെ ഗംഗാവാലി പുഴയിലെ നമ്മുടെ ഒരു സഹോദരൻ മണ്ണിനടിയില് അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ 75 ദിവസം കിടന്നിട്ടും മലയാളികളെല്ലാം ഒത്തൊരുമിച്ച് ആ സഹോദരന്റെ ഡെഡ് ബോഡിയുടെ അവശിഷ്ടം കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മൾ കണ്ടല്ലോ. എന്തായിരുന്നു മലയാളിയുടെ മനസ്സ്? ഇതേ മനസ്സുള്ള വളരെയധികം ആൾക്കാർ പല പല പാർട്ടികളിൽ ചെതറിക്കിടക്കുകയാണ്. അപ്പോൾ ഒരു ഒറ്റ ധാരയിലിട്ട് വരാൻ ഒരു മൂന്നാം മുന്നണിക്ക് സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനൊരു ലീഡർഷിപ്പ് വേണം, അതിന് തൻ്റെ ഇടം വേണം, അതിന് നല്ല അറിവ് വേണം. അങ്ങനെയുള്ള ഓരോരോ ആൾക്കാരും ഓരോ ജില്ലയിലും ലീഡർഷിപ്പ് കൊടുക്കാൻ തുടങ്ങും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മൂന്നാം മുന്നണി സജീവമാകും. അതുപോലെ 2020 നമുക്കറിയാം ഒരു ശ്രമം നടത്തി. കേരളത്തിലെ ആം ആദ്മി പാർട്ടിയും ചില നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും കേരളത്തിലെ ജനങ്ങളെ ഒരുപോലെ കാണാനും രാഷ്ട്രീയപരമായി അല്ലാതെ ഒരേ രീതി സഹോദരമായി കാണാനുള്ള മനസ്സുള്ള അങ്ങനെയുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള ചിന്തയും ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണവും അതുപോലെ കൈക്കൂലി വാങ്ങാത്ത ഒരു സർക്കാർ ഓഫീസുകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാവരും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ശരി, ഏത് മതത്തിലായാലും ശരി, തുല്യനീതി ലഭിക്കാനുള്ള ഒരു വേദി മലയാളികളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം
ഇപ്പോഴത്തെ അൻവറിന്റെ നീക്കം കുറെയൊക്കെ അവർ വന്ന് വാച്ച് ചെയ്ത് കണ്ടു. ആൾക്കൂട്ടം നമ്മൾ കണ്ടല്ലോ. എന്താണ് അൻവർ പറയുന്നത്? അൻവറിന് നല്ല ധൈര്യമുണ്ട്, തൻ്റെ ഇടമുണ്ട്, അതേപ്പറ്റി നല്ല വായനയുണ്ട്, നല്ല നിരീക്ഷകനാണ്. അതുകൊണ്ട് അദ്ദേഹം അഴിമതിക്കെതിരായിട്ട് നീങ്ങിയത് വളരെ ശക്തമായിട്ടാണ്. തൻ്റെ രാഷ്ട്രീയ ഭാവി പോലും കളഞ്ഞ് ഒരു MLA അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. അത് CPM-ന്റെ അണികളിൽ തന്നെ ധാരാളം പേര് പൊഴിഞ്ഞുപോയി, കോൺഗ്രസിന്റെ അണികളിൽ ധാരാളം പേര് പൊഴിഞ്ഞു വന്ന് അവരെല്ലാം ആ മീറ്റിംഗ് സ്ഥലത്ത് അദ്ദേഹം പറയുന്ന എന്താന്ന് കേട്ടിട്ട് മടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ഇതേ രീതിയിലുള്ള ഒരു സമുച്ചയം അല്ലെ ഇതേ രീതിയിലുള്ള ഒരു ഖണ്ഡം എല്ലാ ജില്ലകളിലും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. പൊതുവായി നമ്മൾ നോക്കുമ്പം ഈ ഒരു ചെറിയ ഈ സംരംഭം തുടങ്ങി വച്ചിരിക്കുന്നത് 1-2 വർഷം കൊണ്ട് അത് ഉരുത്തിരിഞ്ഞു വന്ന് കേരളത്തിൽ ഒരു 3ാം മുന്നണി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.